Hello guys, welcome back to Ansunado Vlogs. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ പോവാണ്. നമ്മളുടെ ഫോളോവേഴ്സ് അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ്, ഇൻസ്റ്റാ ഫോളോവേഴ്സ്, യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്, ഇൻസ്റ്റാ ലൈക്ക്, കമൻറ്റ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. 100% ട്രസ്റ്റബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ എൻക്വയറി നടത്തണം എന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ വാട്സപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പെയ്ഡ് വർക്കും കൂടിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു വെബ്സൈറ്റാണ്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതായത് ഒരു ചോക്ലേറ്റ് ഗെയിമാണ്. ചോക്ലേറ്റ് ലവർ ആർക്കിഷ്ടം ഭയങ്കര. അപ്പോൾ ചോക്ലേറ്റ് ഗെയിമാണ് വന്നിട്ടുള്ളത്. അതിന്റെ മുമ്പ് ഒരു സാധനം നമ്മൾ പരിചയപ്പെടുത്തല്ല, നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയത്. ഒരു ഗിഫ്റ്റ് ഞങ്ങളെ ആൽബംസ് വർക്കൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരാള് അയച്ചെന്നൊരു ഗിഫ്റ്റ് ആണ്. സോ താങ്ക് യു ഫോർ യുവർ ലവിങ് ആൻഡ് സപ്പോർട്ടിങ്. ഗിഫ്റ്റ് നമ്മൾ കാണിക്കാം. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. അപ്പൊ എന്തായാലും നല്ല രസമായിട്ടുണ്ട്, നല്ല ഹാൻഡ് വർക്ക് ആണ്. സോ നമ്മളെ ഈ പിക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഒറിജിനൽ പിക്ക് അവിടെ കണ്ടിട്ട് ഹാൻഡ് വർക്ക് ചെയ്തതാണ്. സോ അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ താഴെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുമാതിരി കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അടിപൊളി സാധനമാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്. നല്ല ഫുൾ എന്താ പറയാ, നൂല് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ആണ്, അല്ലാതെ ഇതൊന്നും അല്ല. പക്ഷെ നല്ല കലാകാരി കേട്ടോ, ഒരു ഗേളാണ് ചെയ്തത്. സോ നെയിം അൻസന അയച്ചു കൊടുത്തു. അതിന് വരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് കാലിക്കറ്റേക്ക്. അപ്പം താങ്ക് യു. ഇങ്ങനത്തെ ആവശ്യം ഉണ്ടെങ്കിൽ എന്തൊക്കെയെങ്കിലും വെഡിങ്ങിനോ അഥവാ ഗിഫ്റ്റ് കൊടുക്കാനോ ആരാണ്. അപ്പം സോ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. സോ എല്ലാവരും കൊടുക്കാം. ഹലോ, ആരാ? അതെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാ പോരെ. ഞാൻ ഒരു വ്ലോഗ് ചെയ്തോണ്ടിരിക്കടാ. എവിടെയാണ് പ്ലേസ്? ട്രിവാൻഡ്രാണോ? എന്താ പഠിക്കാണോ? എന്തിന്? ഫസ്റ്റോ? എന്താ പേര്? ഫാത്തിമ. എന്തിനാ? എന്താ കുറവൊക്കെ? ഓളെന്താ പറ്റി? ഓള് നല്ല ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്തോ പറഞ്ഞു ഫ്രണ്ട്സ്? നമുക്ക് എന്തായാലും അടുത്ത വർക്കിന് മാറ്റണം. ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പൊ നിന്റെ മുമ്പ് തന്നെ ഫോൺ ആക്കിയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഈ കോള് പറഞ്ഞു ഒരു മിനിറ്റ് കോള് പറഞ്ഞു എന്താ പറയുന്നത്? നീ വെറുതെ പറയാൻ ആൾക്കാരുണ്ട്, കുറെ ആൾക്കാരുണ്ട്, മനസ്സിലായോ? ഒരാളെ കുറ്റം നോക്കാനും എല്ലാവരും ഉണ്ടാവും. ഓള് നല്ല ആക്ട് ചെയ്ത്. നിങ്ങൾ അങ്ങനെ കാണരുത്, അവർക്ക് കാണാൻ പറയുന്നില്ലല്ലോ. ഓളിപ്പോ എന്റെ അടുത്തുണ്ട്.
എന്നാ നിനക്ക് വന്ന് ആക്ട് ആക്കിയാ പോരാ, അത്രക്ക് അറിയുന്നോളാണെങ്കിൽ. ഒരാളെ ഹേർട്ടാവുന്ന രീതിയിലല്ല സംസാരിക്കുക. അറിയില്ലെങ്കിൽ അവര് നിനക്ക് വന്ന് ആക്ട് ആക്കിയാ പോരാ, നീയാണ് ഇത്ര നന്നായിട്ട് ആക്ട് ആക്കുന്ന ആളാണെങ്കിൽ. ഇപ്പൊ ബാക്കിയുള്ള ഒരു 100 ആൾക്കാർ നല്ലത് പറഞ്ഞാൽ ഒരാളെ ബാഡ് നമ്മൾ നെവർമൈൻഡ് ആക്കി എടുക്കല ഞാൻ പതിവ്. ഞാനിതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് സപ്പോർട്ട് ഞാൻ നിങ്ങളോട് പറയാറില്ലേ മേക്കപ്പ് കുറക്കും പറയാറില്ലേ? ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യും. അത് സപ്പോർട്ട് ചെയ്യും. എടാ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാനെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ച് പോയിക്കൂടെ? പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരാൾക്ക് ഹേർട്ട് ആവുന്നുണ്ടോ ഇല്ലേ നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഇൻസ്റ്റാഗ്രാമിൽ നല്ല നല്ല ഫീഡ്ബാക്ക് പറയണം, അതോ ബാഡ് അയച്ചിട്ടുണ്ടെങ്കിൽ പറയും. നീ മേക്കപ്പ് ഒന്നും ഇടാറില്ല? അതിലാരും എൻ്റെ അടുത്ത് ഓവർ മേക്കപ്പ് ആണ്, ഓവർ ആക്ടിങ് ആണ്, ആക്ടിങ് അറിയില്ല എന്നുള്ള ഒരു കമന്റും എനിക്ക് ഇതുവരെ ഫീഡ്ബാക്കിൽ വന്നിട്ടില്ല. എന്താ പറയുക, ഇതെനിക്ക് ഫസ്റ്റ് ആയിട്ടാ വരുന്നത്. എനിക്ക് ഫസ്റ്റ് ആയിട്ടാ വരുന്നത്. ഞാൻ കണ്ടിട്ടില്ല. കമന്റ് ബോക്സ് ഞാൻ റീഡ് ആക്കാറുണ്ട്, കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. ഡിലീറ്റ് ആക്കാണ് കമന്റ്. പിന്നെ എങ്ങനെ കാണാം? ഞാൻ നിന്നോട് പറയാറുണ്ട്, ലൊക്കേഷനിൽ ഞാൻ പറയാറുണ്ട് മേക്കപ്പ് കൂടുതലാണ് കുറക്കും. നീ എന്താ എന്നെക്കാളും കൂടുതൽ ഇടുന്നവരൊക്കെ അപ്പൊ നീ എന്താ പറയാ? അങ്ങനെയാണെങ്കിൽ ചെയ്യണ്ട, അവളെ കൂടെ വെയിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നീ അവളെ വിളിച്ചോ ചെയ്യാന്? അവള് എനിക്ക് ഏതൊരു പെണ്ണാണിത് എനിക്കറിയോളെ. അതാ പിന്നെ ഏതൊരു പെണ്ണാ നീ തന്നെ സമ്മതിച്ചു, പിന്നെ അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കല്. ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ബാക്കി കാര്യം ഇപ്പൊ എന്തിനാ വന്ന വ്ലോഗ് എടുക്കാനില്ല? അതിന്റെ കോൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം നിനക്ക് ഉണ്ടായിരുന്നു. എടാ ഒരു വ്ലോഗ് എടുക്കാൻ വന്നാൽ കോള് അറ്റൻഡ് ആക്കിയല്ല വേണ്ടത്. എന്നിട്ട് പറയുന്ന മുഴുവനും കേട്ട് നിൽക്കുക, അവളെ പദത്തിൽ നിൽക്കുക. ഒരിക്കലും ഞാൻ എന്നെ പൊക്കി പറയണം അല്ലെങ്കിൽ ഇതാക്കി പറയണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരാൾക്ക് ഹേർട്ട് ആവാത്ത രീതിയിൽ വേണം നമ്മൾ ഏതൊരു ഫീഡ്ബാക്ക് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി. ഞാൻ അങ്ങനെ പഠിച്ചത്, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. എല്ലാരും ഒരുപോലെ നോക്കൂല. ഓക്കെ മതിയായി. അത് നീ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? പിന്നെ നീ എന്ത് സപ്പോർട്ട് ചെയ്തല്ലേ? ഡിലീറ്റ് ആക്കി കാര്യം വെച്ച കാര്യം പറഞ്ഞിട്ടുണ്ടോ? ലൊക്കേഷനിൽ നീ പറഞ്ഞാൽ ചോദിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഓള് പറയുമ്പോ പിന്നെ ഞാൻ എന്താക്കണം, ഉള്ള കാര്യത്തിൽ ഞാൻ എന്തായാലും അംഗീകരിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്കുണ്ടാവും കൊറേ കാര്യങ്ങൾ അംഗീകരിക്കുക. എന്നിപ്പോ പറഞ്ഞിട്ടില്ലല്ലോ. എടാ എന്റെ ആക്ടിങ് കണ്ടോ അതില്? നാച്ചുറൽ ഇല്ലേ? പോരെ? അതെല്ലാരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ ഫീഡ്ബാക്ക്. ചിലപ്പോ എന്റെ അടുത്ത് കുറെ ആൾക്കാർ ബാഡായിട്ട് പറഞ്ഞാലുണ്ട്, ഓക്കെ അവള് നല്ലത് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാരെ കണ്ടില്ല ഒരേപോലെ കാണണമെന്നില്ലല്ലോ. ഞാന്ന് പറയുന്നത് ബാഡ് കമന്റ് മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ എന്റേതായ ലൈഫിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, അത്ര തന്നെ. അപ്പൊ ഞാൻ അവളടുത്ത് പോയി നീ അങ്ങനെയാ നീ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരില്ല. അതുപോലൊക്കെ തന്നെ ഉണ്ട്. ഫീഡ്ബാക്കിലെ ഗേള് അല്ലെങ്കിൽ ഫീഡ്ബാക്കിലുള്ളൊരു ഗേള് വിളിച്ചിട്ട് മര്യാദയൊക്കെ സംസാരിക്കണ്ടേ. ഇത്ത നിങ്ങളെ ആക്ടിങ് കുറച്ചും കൂടി ബെറ്റർ ആക്കാണ്ട്, അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾ ആക്ടിങ് എനിക്ക് ഇഷ്ടമായിട്ടില്ല അങ്ങനെയല്ല. ഒറ്റയടിക്ക് ഒരാളും പറയാറില്ല. ഞാനിതുവരെ കേട്ടിട്ടില്ല, ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അൻസുഖാനെ വിളിച്ചത് എന്റെ കുറ്റം പറയാൻ അവനെ വിളിച്ചിട്ട് കാര്യമില്ല. എന്റെ അടുത്ത് ഞാൻ ബെറ്റർ ആക്കാനാണ്.
നീ ഇപ്പൊ പറഞ്ഞത് നീ അവന്റെ അടുത്ത് അവന്റെ ഫീഡ്ബാക്ക് പറയണ്ട, എന്റെ അടുത്ത് എന്റെ ഫീഡ്ബാക്ക്. ഇപ്പൊ നീ അവന്റെ അടുത്ത് പോയി പറയുമ്പോ അത് കുറ്റമായിട്ടേ പറയില്ല, അല്ലെ പരദൂഷണം നീ എന്റെ ഭാഷയിൽ പറയും. അതെ ആയിട്ടില്ല, അങ്ങനല്ല. അവൾ എന്താ ചെയ്തത്, അവള് ശരിക്കും നന്നാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെങ്കിൽ അവൾ എന്താ ചെയ്യേണ്ടത്? എന്റെ അടുത്ത് വന്ന് പറയണം. ഇതിൽ ഞാൻ ഒന്ന് സംസാരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ലൊക്കേഷൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഒന്നും നിന്റെ ഭാഗത്ത് ഞാൻ അവൾ ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ടാണ് പേഴ്സണൽ ആയിട്ട് പറയേണ്ടത്. ആക്ടിങ് നന്നായിട്ട് കുറച്ചുകൂടി ബെറ്റർ ഐഡിയ ഇല്ലേ? കോണ്ടാക്ട് ആക്കാൻ എത്രയോ വഴിയുണ്ട്. ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി നീ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിന്റെ ഐഡി നീ കൊടുത്തിട്ടുണ്ട്. അവൾ നിന്നെ മാത്രം വിളിച്ചിട്ട് എന്റെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നന്നാവാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയല്ലേ നിന്റെ തെറ്റെന്തറിയോ? ഓളെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ഓളോട് ഡയറക്റ്റ് പോയിട്ട് പറയാം. എന്റെ അടുത്ത് എന്റെ അഭിപ്രായം നീ പറയാം. അതെ, പിന്നെ അല്ലാണ്ട് നീ ഓളത് കുറ്റം പറഞ്ഞാല് ആർക്കായാലും ദേഷ്യം വരൂലേ? അത് എന്റെ അടുത്ത് വന്ന് പറയണം. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ ബെറ്റർ ആക്കും, അത്രേ ഞാനും പറഞ്ഞുള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ അത് എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റണമെന്നില്ല. ഞാനാണ് ആക്ടിങ് ബെറ്റർ ആക്കേണ്ടത്. അങ്ങനെയല്ലടാ, ഞാൻ ഇപ്പൊ ഓളെ നിർത്താടാ. ആൽബത്തിന്ന് ഇനി വേറെ ആക്ട്രസ് നോക്കണം. കൊറേ ആയി ഇങ്ങനത്തെ കമന്റ് വരുന്നു. മാത്രം ഞാനില്ലേ ഓളടുത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടായിരുന്നു. അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞു ബാബ. പിന്നെ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്? നീ ഇപ്പൊ പറയേണ്ട ഒരു കാര്യമാണ് ഈ ടോപ്പിക് ആണെങ്കിൽ. ഞാൻ ആക്ട് ചെയ്യാതെ എന്റെ ഇഷ്ടം. നീ എന്തിനാ അവളെടുത്ത് പറയുന്നത്? ആയിക്കോട്ടെ, നിന്റെ ആൽബത്തിൽ വരാത്ത കാര്യം നിന്റെ എക്സ് ലവറോ അല്ലെ ഇപ്പത്തെ ലവറോ അല്ലല്ലോ. ഉള്ള കാര്യങ്ങൾ മുഴുവൻ ഷെയർ ആക്കാന് നീ ആക്കുന്നില്ല. അത് നിന്റെ മനസ്സിലൊന്നോടെ നീ പിടിക്കണ്ട, അത്രേ ഉള്ളൂ. എനിക്ക് നിന്റെ വില കിട്ടുള്ളൂ, എനിക്കും കുറെ കിട്ടും. ഞാൻ പുറത്ത് പോകാണ്ടല്ലേ, എനിക്ക് വർക്ക് കിട്ടാണ്ടൊന്നുമല്ല. നമ്മളിപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? എന്താ പേര് ഫാത്തിമ? നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഇവിടെ പോസിറ്റീവ് കമന്റ് മാത്രം പറയാൻ പറ്റുന്നില്ല. അവരുടെ കമന്റ്സ് അവരോട് എടുത്ത് പറയാം. അതിനാണ് അവിടെ ഇൻസ്റ്റാഗ്രാം ഐഡി അതുപോലെ തന്നെ വാട്സ്ആപ്പ് നമ്പറും അവന്റേത് കൊടുത്തത് അവന്റേത് പറയാൻ ഇൻസ്റ്റാഗ്രാം ഐഡി കൊടുത്തത് എന്റെ പറയും. ഞാൻ ഗേൾ ആയതുകൊണ്ട് ശ്വാസം വിടും. ഇല്ല അങ്ങനെ ഒരു കമന്റ്. ആസ് എ ഗേൾ ആയതുകൊണ്ടാണ് എന്റേത് ഒരു ഇൻസ്റ്റാഗ്രാം ഐഡി കൊടുത്തത്. അതിൽ കമന്റ്സ് പറയാനാണ് യൂസ് ആക്കുന്നത്. ആയിക്കോട്ടെ. എടാ നീ ഈ ചെയ്യുന്നത് മര്യാദകളാണ്, സത്യം പറഞ്ഞ മര്യാദകളാണ്. ഞാൻ ബെറ്റർ ആക്കാനാണ് അല്ലെങ്കിൽ എന്റേത് ബെറ്റർ ആക്കാൻ ആൽബം നന്നാവാനാണ് അവള് പറയുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പേഴ്സണൽ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അറിയാം. അവരൊക്കെ ഓരോന്ന് പറയുന്നത് എന്റെ ഇൻസ്റ്റാഗ്രാം കിട്ടിയതുകൊണ്ടാണ്. ഇൻസ്റ്റാഗ്രാം ഐഡി അവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതിൽ കമന്റ് ചെയ്യണം. അല്ലെ അതിൽ മെസ്സേജ് അയച്ച ഒരാളും ഞാൻ നോക്കാതെ കിട്ടുന്നില്ല. ഒന്ന് ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. ഫാത്തിമ അല്ലേ പേര്? ഒരു മിനിറ്റ്, നിന്നോടൊരു കാര്യം പറയട്ടെ. ഓളിപ്പോ പബ്ലിക് ഇട്ടാൽ എല്ലാരും അറിയാം. അതിലും നല്ലത് ഇതാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അതിലും നല്ലത് ഇതാണ് കിട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ രീതിയിൽ സംസാരിക്കണം, അല്ലാതെ നെഗറ്റീവായിട്ട് മറ്റുള്ളവരുടെ എന്തോ ശത്രുത ഉള്ള ആ ഒരു രീതിയിലല്ല സംസാരിക്കേണ്ടത്. എന്താ പറയണ്ട, അതൊരു ഹേർട്ടിങ് ആയിട്ടാ പറഞ്ഞത്. ഒരിക്കലും ഒരാൾക്ക് ആക്ട് അറിയില്ല എന്ന് തുറന്നടിച്ച് പറയാൻ ആർക്കും അവകാശമില്ല. എന്താ പറയണ്ടത്? ആ കുട്ടി നന്നായിട്ടില്ല, ഒന്നും കൂടി ബെറ്റർ ആക്കണം, അങ്ങനെ വിചാരിക്കുക. അത് ഓൾ ആക്ട് ചെയ്യാൻ അറിയില്ല, പിന്നെ ഓൾ എന്താ വിളിച്ചെന്ന് ഒരിക്കലും ഒരാൾ ചോദിക്കാൻ അതിനായ ആർക്കും ഇല്ല. അത് മറ്റുള്ളവർക്ക് ശത്രുത ഉണ്ടായതുകൊണ്ടേക്കും പറഞ്ഞിട്ടുണ്ടാവും, അത് എനിക്കറിയില്ല. ഒരാളും എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് സത്യം പറഞ്ഞാൽ വരുന്നു. പറയുന്നത് ഓക്കെ, സമ്മതിച്ചോ, കമന്റ് ബോക്സ് ഞാൻ നോക്കുന്നത്. പക്ഷെ അവര് പറയുന്നത് നീ പറയുന്നത് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നീ പറയുന്നത് എന്താ? അവൾ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലാണ് നീ പറയുന്നത്. അവര് പറയുന്നത് അവരുടെ ഒരു ഒപ്പീനിയൻ ആണ്. ഞാനതുപോലെ തന്നെ നീ ഇങ്ങനെ സംസാരിക്കുമ്പോ എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ ഒരാളെടുത്തും പെട്ടെന്ന് ചൂടാത്തൊരു ക്യാരക്ടറാ.
ഞാൻ ഒരിക്കലും ഒരു ഫീഡ്ബാക്ക് ഉള്ള ഒരാളെടുത്ത് ചൂടാവേ അങ്ങനെ ഒരു പ്രശ്നത്തിനും പോവാത്തൊരു വ്യക്തിയാണ്. അത് നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ചൂടാവാതെ നോർമലായിട്ട് സംസാരിക്കണോ? ഇപ്പൊ നിന്നൊരാള് കുറ്റം പറയാം, അപ്പൊ പിന്നെ നീ കേട്ട് നിക്കണോ? അൻസുഖാന്റെ അടുത്ത് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ അന്വേഷണങ്ങൾ മാത്രം ചോദിച്ചാൽ മതി. എന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് സംസാരിക്കാം. അവനെ നീ കുറ്റം പറഞ്ഞു നോക്കുക, അവനും സംസാരിക്കും. നോർമൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എന്തായാലും റിയാക്ട് ചെയ്യും. അവന്റെ അടുത്ത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇതുപോലൊക്കെ തന്നെ ഇതാക്കുള്ളൂ. എടാ അത് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും മാറ്റാം. ഓക്കെ, നീ എന്തെങ്കിലും പറഞ്ഞതിന് നന്ദിടാ. കട്ടയല്ലേ എന്റെ ഫ്രണ്ടാണ്. എനിക്കിങ്ങോട്ട് നല്ലോണം ദേഷ്യം കയറുന്നില്ല. ലാസ്റ്റ് ഞാൻ എന്തെങ്കിലും തെറി വിളിക്കുന്നു വിചാരിച്ചു, നല്ല ദേഷ്യം വന്നു. നീ എന്താ ചെയ്യേണ്ടത്? ആയിട്ടില്ല, അങ്ങനല്ല. അവളെന്താ ചെയ്തത്? അവള് ശരിക്കും നന്നാ. ഞാനും വിചാരിച്ചു ഫോൺ ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോ അവനിങ്ങോട്ട് ഫോൺ എടുക്കുമ്പോ അവന് ഫോൺ എടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്റെ ഇരുന്ന് വാങ്ങി കൊണ്ടുപോവുക. ചോക്ലേറ്റ് ഗെയിം പെട്ടെന്ന് വരുമെന്ന് എനിക്കറിയാം. അത് ഇന്ന് നോക്കൂ, ഫുള്ള് സ്റ്റാഫൊക്കെ ചെയ്തിട്ട് പൊളിയായി. നല്ല രീതിക്ക് സ്കാർഫ് ഒക്കെ ഇട്ട് ചോക്ലേറ്റ് കഴിക്കുക, കൊറേ കൊണ്ടുപോകുന്നുണ്ട്. ഡയറി മിൽക്ക് ഗെയിം കളിക്കാന്ന് അവൾക്ക് ചോക്ലേറ്റ് വെച്ച ജീവനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് ഗെയിമാണ്. ഞാൻ വെറുതെ ഫ്രണ്ടിന് ഇങ്ങനെ കടത്തി ചോക്ലേറ്റ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വെറുതെ നിനക്ക് ചോക്ലേറ്റ് ആയിട്ടോ? പിന്നെ എനിക്ക് ലാസ്റ്റ് ശരിക്കും ഞാൻ തെറി പറയാത്തൊരു വ്യക്തിയാ. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമിലുള്ള ഒരു ഫീഡ്ബാക്ക് ഇങ്ങനെ വരുന്നത്. അവളെ മാറ്റി, അവള് നന്നായില്ല പറയും നോർമലായിട്ട്. ഷോള് യൂസ് ചെയ്യണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, നോർമൽ കമന്റ് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ ഇതിന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തിയ ഒരാള് പറയുമ്പോ എനിക്ക് എന്തോ പിടിച്ചു ഇട്ട് കൊടുക്കാനും പറ്റില്ല. എന്തായാലും നിന്റെ പൊളിച്ചു സെറ്റ്. താങ്ക് യുടാ. ഞാൻ വിളിക്കട്ടോ? ഓക്കെ മുത്താണ്. ഓക്കേടാ. ഓക്കെ മുത്ത, ഓക്കേടാ. പോരെ, നീ എന്ത് വിചാരിച്ച എനിക്ക് തരൂന്നല്ലേ? അപ്പൊ രണ്ടാമത്തെ പ്രാങ്കിലും നമ്മളെ നദു താത്ത അല്ലേ? നദു ഇത് പോട്ടൂല. ഇത് എന്റെ വീക്ക്നെസ് കയറി അവൻ കളിച്ചത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചോക്ലേറ്റ് അങ്ങനെയല്ല, എനിക്ക് ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാ. അവ ഇപ്പൊ വന്നിട്ടുള്ളൂ. വന്ന് കയറുമ്പോ തന്നെ വ്ളോഗ് എടുക്കാവാ, ചോക്ലേറ്റ് ആണ് നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, വാങ്ങാൻ പോവാ, കൊറേ ഉണ്ട്. തിന്നിട്ടുള്ള മത്സരം ഫസ്റ്റ് അങ്ങനെ കൊറേ കഴിക്കാനാണെങ്കിൽ കൊറേ കിട്ടുമല്ലോ ചോക്ലേറ്റ് എന്ന് വിചാരിച്ചു. ഇതെന്താ എന്തോ ചോക്ലേറ്റ് കിട്ടിയില്ല എന്നെന്തോ ഒരുമാതിരി ആക്കിയ പോലെ. വിഷമല്ല, ദേഷ്യ വന്നത്. നിനക്ക് തരുമ്പോ ഞാൻ 1.5 ഫ്രാങ്ക് ആയിട്ടുണ്ട്. നിനക്ക് തരുമ്പോ നിന്റെ വീക്ക്നെസ് കയറി തന്നെ ഞാൻ കൊത്തും. ഓക്കെ, അപ്പൊ നമ്മള് ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എനിക്ക് ഡയറി മിൽക്ക് വാങ്ങി തന്നിട്ടേ പോവാം. തരുമെന്ന്. അപ്പോ ഗുഡ് ന്യൂസ്, നമ്മളെ സബ്സ്ക്രൈബ് 30,000 30,000. അപ്പൊ എല്ലാവർക്കും ഫാമിലി താങ്ക് യു സോ മച്ച്.
ഓക്കെ. അപ്പൊ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് വെറും 4 വീഡിയോനായിട്ട് 4 ബ്ലോഗ് ഇട്ടിട്ടുള്ളൂ. അതിൽ 30,000 സബ്സ്ക്രൈബ് കഴിഞ്ഞു. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തവർക്കും പിന്നെ അതിൽ സപ്പോർട്ട് ചെയ്തവർക്കും കുറെ ആൾക്കാരുണ്ട്. സോ അവര് കാരണമാണ് ഇത്രയും സബ്സ്ക്രൈബ് ഇത്രയും 4 വീഡിയോസിലൂടെ ഇത്രയും കൂടിയത്. ഒരു 1 മന്ത് കഴിഞ്ഞിട്ടല്ലോ 4 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. 4 വീഡിയോസ് അങ്ങനെ ഞങ്ങള് പോസ്റ്റ് ആക്കിയിട്ടുള്ളൂ. പക്ഷെ നല്ല കൂടി ഹാപ്പി. അപ്പൊ എല്ലാവരും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണാൻ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നദാന്റെ ഒഫീഷ്യൽ യൂട്യൂബ് അക്കൗണ്ടും ഇൻസ്റ്റ അക്കൗണ്ടും പിന്നെ എന്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഇടുന്നുണ്ട്. ഫോളോ ചെയ്യും സബ്സ്ക്രൈബും ചെയ്യാം. ഇപ്പൊ പറഞ്ഞില്ലേ ഫീഡ്ബാക്ക് അവൻ തമാശയിലൂടെ പറഞ്ഞതാണെങ്കിൽ പോലും എനിക്ക് നല്ല ഫീലായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു കമന്റ് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല അത് ശരിയില്ല, നല്ലൊരു ക്യാരക്ടർ അല്ല. നമുക്ക് പറയാനുള്ളത് നമ്മൾ അത് അവരോട് നേരിട്ട് പറയണം. അതും റോങ് ആയിട്ടല്ല, അതിൻ്റെതായ രീതിയിൽ പറയണം. എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ അങ്ങനെ വന്ന് നല്ലതും ബാഡായിട്ടുള്ളതും പറയണം. ഞാൻ അവരുടെ അടുത്ത് റിയാക്ട് ചെയ്യില്ല. പക്ഷെ ഇവന്റെ അടുത്ത് ഇവരെന്തോ കുത്തിയിട്ട് പരദൂഷണം പോലെ പറയുന്നത് കേട്ടപ്പോൾ എന്തോ ഒരു ഫീലിംഗ്. അപ്പൊ പരദൂഷണം നമ്മൾ സമ്മതിച്ചിരിക്കുക, തിരിച്ചു പറയും. അത് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. നല്ല ചൂടാവും. എനിക്കത് തീരെ ഇഷ്ടമില്ല. എന്റെ കുറ്റം അവിടെ പോയി പറയുന്നത് എന്റെ കുറ്റം ഇങ്ങനെ പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. എനിക്കത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് ചൂടായത്. അത്ര ഏത് വലിയ ഫാനാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും നിന്റെതാണെങ്കിലും എന്റെതാണ് എന്റെ കുറ്റം അവിടെ ഇവിടെയും എന്റെ കുറ്റം അവിടെ ഇവിടെയും പറയാൻ പാടില്ല. നിന്റെ പറഞ്ഞോട്ടെ, എന്റെ പറയണ്ട. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് കുറ്റം പറയുന്നത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ അത് ശരിയാണ്. പക്ഷേ നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് ഒറ്റടിയും ഫീൽ ഉണ്ടാവും. അത് ഞാൻ കേൾക്കുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് പെട്ടെന്ന് ഫീൽ ആവും. ഞാൻ എത്ര ഞാൻ എത്ര ബോൾഡ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഫീൽ മിണ്ടല്ലേ എത്ര വലിയ ബോൾഡ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഫീലിംഗ് ആണ്. പെട്ടെന്ന് സങ്കടം വരും. നമ്മള് സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ എത്ര ഇതാക്കുന്ന ആൾക്കാർ പെട്ടെന്ന് കാര്യം പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ അതിൽ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതിലൂടെ കമന്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും അറിയിക്കാം. അതുകൊണ്ട് ഈ ബാഡ് കമന്റ്സ് പറയാനായിട്ട് ഇതിലേക്ക് വരരുത്. സോ എന്ന് വെച്ചാല് നമ്മള് നദന്റെ പ്രാങ്ക് 1 lakh ആവാറായി. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും അത് ഞാൻ ഇടരുത് അവന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ എന്റെ കറക്റ്റ് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എന്റെ വീട്ടിലെ ക്യാരക്ടറാണ് ഞാൻ അതിലെടുത്തത്. അപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്നൊന്നും നമ്മള് വീഡിയോക്ക് വേണ്ടിയിട്ട് സംസാരിക്കും. പക്ഷെ അതെന്ന് പറയുമ്പോൾ കറക്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് കരയുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. നോർമലായിട്ട് എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ ഞാൻ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ അതിട്ടല്ലേ ഞാൻ നാണം കേടും പക്ഷെ കേട്ടില്ല അവരിട്ട്. അപ്പോൾ ശരി, നമുക്ക് വ്ളോഗ് ഇവിടെ അവസാനിക്കാം. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ബൈ. ഞങ്ങൾ വരും. ബൈ.